ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസ മാത്രമേ ഉള്ളൂ, അപ്പോൾ മോനെ എണീപ്പിക്കുകയാണ്. ഇന്ന് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം സർക്കസ് മാറ്റി നമ്മൾ ബേപ്പൂർ ഫെസ്റ്റ് ഇല്ലേ, അത് കാണാൻ വേണ്ടി പോയി. കാരണം സർക്കസിന് 4 മണിൻ്റെ ഷോ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേങ്കിൽ നമുക്ക് ആ ടൈമിൽ എന്തായാലും അവിടെ എത്തൂല എന്ന് തോന്നിയതുകൊണ്ട് പ്ലാനൊന്ന് മാറ്റി. അപ്പോൾ അതാ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മദ്രസ മാത്രമുള്ള ദിവസം ചിലപ്പോൾ ഇങ്ങനെ വെറും വെള്ളം മാത്രമേ കുടിക്കൂ. വേറെ ചിലപ്പോൾ ബേക്കറിയോ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ബേക്കറിയോ ഒക്കെ കഴിക്കും, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. ആ ഒരു മൂഡ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞ് വെറും വെള്ളം മാത്രം മതി. അങ്ങനെ ആകുമ്പോൾ തിരിച്ച് വരുമ്പോൾ നല്ല വിശന്നിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ അതാ പോവാണ്, സലാമൊക്കെ പറഞ്ഞ് പോവാ കേട്ടോ. വലൈക്കും സലാം. പിന്നെതാ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ലേനു, മുറ്റമൊക്കെ എന്താ പറയുക വൃത്തിയായി കിടക്കാമെന്ന്. അപ്പോൾ ഒരു പണിക്കാരനെ കിട്ടിയിരുന്നു കേട്ടോ. ഓരോ കിട്ടി ഫുള്ള് വൃത്തിയൊക്കെ ആക്കി. പിന്നെ ചട്ടിയിൽ കുഴിച്ചിട്ട കലാത്തിയൊക്കെ ഇതേപോലെ മൊത്തത്തിൽ ഇവിടേക്ക് മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മണ്ണ് നന്നായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ മണ്ണ് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് സൺഡേ അല്ലേ, അപ്പം പിന്നെ അങ്ങനെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ വെള്ളപ്പവും വെജിറ്റബിൾ കുറുമയാട്ടോ. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നുള്ളൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു കേട്ടോ, വെള്ളപ്പത്തിനും ഒക്കെ ഹോൾസ് വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ചിരിച്ചിരുന്നു. കുറേ ആൾക്കാർ പറഞ്ഞ് നിൻ്റെ അതേ ഇത് നമുക്കും ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സുകൾ. ഞങ്ങൾക്കൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഈ പറഞ്ഞ വളരെ സത്യമാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടോ കമൻസ്. പിന്നെ അതാ നമ്മൾ കുറുമയിലേക്കുള്ള ഗ്രീൻ പീസൊക്കെ തലേന്ന് കുതിർത്തി വെച്ചതും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് മുറിച്ചിട്ടെടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിയും അതേപോലെ പച്ചമുളകും നമുക്ക് ഇഷ്ടമുള്ള എന്താണ് കയ്യിലുള്ള വെച്ചാൽ എടുക്കാറ്. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. വെള്ളപ്പം എനിക്കും മോനക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അതുകൊണ്ടാട്ടോ അധികവും വെള്ളപ്പമൊക്കെ അങ്ങനെ കാണുന്ന വ്ളോഗിൽ. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഗ്രീൻ പീസൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ ഇതാ നമ്മൾ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പൊടികളെന്ന് പറയുകയാണെങ്കിൽ ഒരല്പം മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. മല്ലിപ്പൊടി ഒരല്പം ഇട്ടാൽ മതി കേട്ടോ, ഓവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു മസാല ബോക്സ് ഒന്ന് കഴുകി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കടുകും ഉലുവയും അതാട്ടോ ഞാൻ കാര്യമായിട്ട് ഇതിൽ നിറച്ച് കൊടുക്കൽ. കടുകും ഉലുവയൊക്കെ ഒരു പകുതി വരെയൊക്കെ നിറയ്ക്കുള്ളൂ. എന്താ വെച്ചാൽ ഫുള്ള് നിറച്ചാൽ കുറേ ഉണ്ടാവുമല്ലോ. മറ്റു പൊടികൾ പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ, മീൻ പൊരിക്കാൻ, മീൻ കറിക്കൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് വേഗം പെട്ടെന്ന് തീരുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ മുഴുവനായിട്ടെല്ലാം നിറച്ചൊക്കെയില്ല, നമുക്കിങ്ങനെ പിന്നീട് വേണ്ടിയപ്പോൾ ഇങ്ങനെ എടുക്കാമല്ലോ.
കുക്കർ ഇതാ വിസിലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുറുമയിലേക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തേങ്ങ ചിരണ്ടി എടുക്കാം കേട്ടോ. ഈ നാനോ വൈറ്റിൻ്റെ മുകളിൽ ചിരവ അതേപോലെ പത്തിരി പ്രസ്സൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടർക്കി വെക്കുന്നത് നല്ല കേട്ടോ. മറ്റ് അതിൻ്റെ ആ ഒരു വക്കിനൊക്കെ എന്താ പറയുക, സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ സ്ക്രാച്ച് പോവുകയില്ല. മാക്സിമം നന്നായിട്ട് ശ്രദ്ധിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ ചിരയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുമയിലേക്ക് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും കൂടി അരച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെറും തേങ്ങാപ്പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറുമയൊക്കെ നമുക്ക് പല ടൈപ്പിലും വെക്കാം കേട്ടോ. ഞാനിത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് വെക്കുന്നത്. ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണയിൽ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയൊക്കെ ഇട്ട് വെജിറ്റബിൾസൊക്കെ വഴറ്റിയിട്ട് ഗ്രീൻ പീസ് വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു ഇതായിരിക്കും. ഇത് പിന്നെ നമ്മൾ പെട്ടെന്നൊരു 5-10 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിയുന്ന രീതിയിലാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് എവിടെയും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക, എന്നാലും നല്ല ടേസ്റ്റും ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ വാട്ടിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ തേങ്ങാപ്പാലൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. അപ്പം നമ്മുടെ കറിയിലേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ അല്പം ഗരം മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പം കൂടി ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ആ ഒരു കടുക് പൊട്ടിച്ച സമയത്ത് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കറി ഒന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് കുക്കർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതാ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ല അടിപൊളി അപ്പാട്ടോ അവർ അങ്ങനെയല്ല, ആ ഒരു നല്ല രീതിയിൽ നമുക്ക് അടിച്ചു വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഹോൾസ് കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഞാനങ്ങനെ പറയാൻ കാരണം ഹോൾസ് വന്നാലാണ് എന്താ പറയുക നമ്മുടെ ഈ അപ്പം എന്താ പറയുക പെർഫെക്റ്റായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്.
മോൻ്റെ വണ്ടീൻ്റെ ഹോണ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓനിക്കുള്ള അപ്പവും കറിയൊക്കെ എടുത്തു വെച്ചതാണ്. പിന്നെ എന്താ പറയുക, വേറൊന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ബൂസ്റ്റും കാച്ചി കൊടുക്കാമെന്ന്. അപ്പോൾ ബൂസ്റ്റ് കൂടി റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണ്. ഒന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് നല്ല വിശന്നിട്ടായിക്കിട്ടോ. അപ്പോൾ മോൻ വരിക. ഇപ്പോൾ ഒരു വിറ്റുണ്ട് കാണാം. എന്ന് വെച്ചാൽ ഇപ്പം അതൊരു വിറ്റുണ്ട് കണ്ടില്ലേ. ഇതാണ് പരിപാടി. ബാഗ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഏറ്, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലോണം കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് പരിപാടി ഉണ്ടാകുക. എപ്പം പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാകുക അധികവും. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനിതാ ചായ എടുത്ത് ടി വി ഓണാക്കിയപ്പോൾ അതിൻ്റെ തലേന്ന് രാത്രി ടി വിയിലെ റീചാർജ് തീർന്നു കേട്ടോ. എനിക്കറിയാം, പക്ഷെ ഞാൻ രാവിലെ ഒന്നും കയറ്റിയില്ലായിരുന്നു. അപ്പോൾ ടി വി ഓണാവായിട്ട് എന്താ പറയുക, കച്ചറ ഉണ്ടാക്കുക കേട്ടോ ഇവിടുന്ന്. എനിക്കിപ്പം വേണം, എനിക്കിപ്പം കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അടി ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അവസാനം വേഗം റീചാർജ് ചെയ്ത് കൊടുത്ത് അന്നേരം സമാധാനം. എന്നിട്ട് മതി എനിക്ക് ചായ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടി ഉണ്ടാക്കിയത്. അപ്പം പിന്നെ റീചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചായ കുടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകാനുള്ള സമയമാണ് ഞാൻ പറയും, നല്ലോണം നിന്നോ അല്ലെങ്കിൽ ഞാൻ പോകില്ല കേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് റെഡിയാക്കും. അപ്പോൾ ഒന്നിപ്പം പോകാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് അടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പോകില്ല കേട്ടോ, എനിക്ക് സർക്കസ് കാണാൻ പോകട്ടോ, അങ്ങനെ ബീച്ചിൽ പോകട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ അടങ്ങിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞേരം പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ പോവാനുണ്ട് എന്നുള്ളത്. ഇന്നിനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് പരിപാടിയൊന്നും ഇല്ലല്ലോ, പുറത്തൊന്നല്ല കഴിക്കുന്നതുകൊണ്ട് എന്താ പറയുക, മുകളിലൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താ പറയുക, കുറച്ച് ആറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മളത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് എടുക്കുകയാണ്. ഞാൻ മുകളിൽ ഡെയിലി ഒന്നും തുടയ്ക്കാറില്ല കേട്ടോ, 3-4 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ സ്ഥിരമായിട്ട് മുകളിൽ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാനും അതെടുക്കാനും വേണ്ടി മാത്രമല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ സ്ഥിരമായിട്ടൊന്നും ഡെയിലി ഒന്നും ഞാൻ തുടയ്ക്കാറില്ല. 3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ ഒക്കെ തുടയ്ക്കുള്ളൂ. ജസ്റ്റ് പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതാ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് മെഷീനിലിട്ട് കൊടുക്കുകയാണ്. നല്ല ഡ്രസ്സൊക്കെ നമ്മൾ എന്താ പറയുക, കല്ലുമ്മ തന്നെ കേട്ടോ അലക്കാറ്, അത് മെഷീനിലൊന്നും ഇടില്ല. ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കേട്ടോ അധികം മെഷീനിലിടാറുള്ളൂ. പിന്നെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇനി തുടയ്ക്കാനല്ലേ ഉള്ളൂ, അപ്പം തുടച്ചൊക്കെ എടുക്കാം. എനിക്ക് ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ട് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതാണ് പാട്ടിങ്ങനെ തുറന്നിട്ട് വെച്ചത്. പിന്നെ അതാ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളതാ രാവിലത്തെ കുറച്ച് പാത്രങ്ങളില്ലായിരുന്നു, അതൊന്ന് കഴുകിയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ അന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞല്ലോ. അപ്പം നമ്മളിതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്.
പിന്നെ അത് നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു ഏരിയയും ഗ്യാസും ഒക്കെ ഒന്ന് ആ ഒരു വോളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. എന്താ വെച്ചാൽ ആ വൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെറിക്കില്ല. അപ്പോൾ അപ്പം അത് തുടച്ച് റെഡിയാക്കിയില്ലേ പിന്നെ അത് എന്തായാലും ഒരു കറ പിടിച്ച പോലെ ആയിപ്പോൾ. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കറിയൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ പിന്നെ ഇന്ന് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും തിരിച്ച് വീട്ടിലെത്താൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാട്ടോ നിൽക്കുക. എന്നിട്ട് നാളെ രാവിലെ മോൻ്റെ സ്കൂളിലേക്ക് അവിടുന്ന് നേരിട്ട് വരികയായി. അതുകൊണ്ട് ഞാൻ അവൻ്റെ നാളേക്കുള്ള ബുക്കും യൂണിഫോമൊക്കെ എടുത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ മറന്നു പോകരുതല്ലോ. പിന്നെ അതാ നമ്മൾ അയൺ ചെയ്യാണ്. പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എൻ്റെ മോൻ്റെ ഒക്കെ ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കുകയാണ്. ഈ അയണിങ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടി കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേങ്കിൽ എന്താ നമ്മളെന്തായാലും ചെയ്യാണ്ട് നിവൃത്തിയില്ലല്ലോ. നമുക്ക് ഓരോരുത്തരുടെ പണികൾ ഇഷ്ടമില്ലാത്തതുണ്ടാകുമല്ലോ. അതിൽ പെട്ടൊന്നാട്ടോ ഈ അയണിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് ആ കുളികളും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് മോനിതാ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട്, വേഗം ടി വി ഒക്കെ ഓഫാക്കിക്കാനിട്ട് ടി വി ഒക്കെ ഓഫാക്കിയിട്ട് മോൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ പോവുകയാണ്. മോന് നല്ല ഹാപ്പി ആട്ടോ. എന്തായാലും കാര്യമായിട്ട് ഓനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ നല്ല അടിപൊളി പാട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോപ്പിറൈറ്റ് വരുന്നതിനെ കൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയതാണ്. അങ്ങനെ അതാ ഞങ്ങൾ ബേപ്പൂർ ഫെസ്റ്റിൽ ബോട്ടിൽ കയറിയിട്ടു. ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. കാറുകളൊക്കെ വേറെ റൂട്ടിനാണ് തിരിച്ചു വിടുന്നത്. ബസ് മാത്രമാണ് നേരെ വരുന്നുള്ളൂ. അത്രയും തിരക്കായിരുന്നു. രാത്രി എന്താ പറയുക, ഗാനമേളയൊക്കെ ഉണ്ടല്ലോ, വിനീത് ശ്രീനിവാസിന് ബേസിൽ ജോസഫൊക്കെ വരുന്നുണ്ട്. അപ്പം ഭയങ്കര തിരക്കാണ്. അപ്പോൾ ടിക്കറ്റൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചു. പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടോ ഭാഗ്യത്തിന്. മോന് ഇപ്പോൾ കുറച്ച് വലുതായാലോ ഇപ്പോഴാട്ടോ ബോട്ടിൽ പോകുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഞങ്ങൾ ആലപ്പുഴ പോയ സമയത്ത് ഓന് ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതൊന്നും അത്ര ഓർമ്മയില്ല ഓന് പോയതൊന്നും. എനിക്കിത് നല്ല പോസിലൊക്കെ ചിരിച്ച് തരിക കേട്ടോ. പേടിയാവുകയും ചെയ്യും അങ്ങനെ അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ. സംഭവം മോന് അത്രയൊക്കെ എന്താ പറയുക നല്ല ഹാപ്പി ആയി കേട്ടോ. തീരെ വിചാരിച്ചില്ലല്ലോ, എന്തായാലും ബോട്ടിൽ പോകുന്നു തീരെ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ സർക്കസിനെയാണ് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ടിക്കറ്റ് എന്താ പറയുക കിട്ടാൻ ലേറ്റായിപ്പോയി അവിടെ എത്താൻ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്താ പറയുക വിചാരിച്ചത് ഇതിൽ പോകാമെന്ന് വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര ഹാപ്പിയായി. പിന്നെ എന്നോട് കുറേ കഴിഞ്ഞേരം പറഞ്ഞ് എനിക്ക് മുകളിൽ പോയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടിയായി. പിന്നെ ഞാൻ പറഞ്ഞു പറ്റൂല, ഇനി പോകാൻ പറ്റൂല, അവിടെ കുട്ടികൾക്ക് പ്രവേശനമില്ല പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഏതൊരു കുട്ടികളൊക്കെ മുകളിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആദ്യമേ കയറിപ്പോയതാണ്, പിന്നെ കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ചേരം ചൊടിയിലൊക്കെ ആയിപ്പോയി കേട്ടോ. പിന്നെ അങ്ങ് റെഡി ആയിട്ട് വന്ന് അങ്ങനെ നമ്മുടെ ഈ ഒരു ബോട്ട് അങ്ങനെ അവിടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുള്ള് ജനങ്ങളും കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ മാനാഞ്ചിറല്ലേ അവിടെ കുറച്ചായി നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് ലൈറ്റും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ തീരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോന് ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കളിക്കാനുള്ള ആദ്യം കുട്ടികളങ്ങനെയാണല്ലോ, ആദ്യം അത് നോക്കിയിട്ട് പോവുക, ലൈറ്റൊന്നും കാണണ്ട. മോൻക്ക് ആദ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കണം.
അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഇതൊക്കെ അങ്ങനെ കയറിയിട്ട് കളിക്കുക കേട്ടോ. എനിക്ക് കുറച്ച് കളിക്കണമേ അങ്ങനെ പറയാ. പിന്നെ ഞങ്ങളിതാ കുറച്ച് ഉപ്പിലിട്ടതും അതേപോലെ അങ്ങനെ ഐസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുകയാണ്. ഞാനൊക്കെ പണ്ട് ബീച്ചിൽ പോകുന്നത് തന്നെ എന്തിനാ വെച്ചാൽ ഉപ്പിലിട്ട് കഴിക്കാനായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഒരുവിധ ആൾക്കാരൊക്കെ കോഴിക്കോട് ബീച്ചിൽ പോകുന്നത് കല്ലുമ്മക്കായ തിന്നാൻ, അതേപോലെ അതായത് ഞങ്ങൾ കടുക്കാന്നാണ് പറയുക, അത് തിന്നാൻ, അത് ഉപ്പിലിട്ടത്, ഐസ് ഒരുതി അതൊക്കെ കഴിക്കാനായിരിക്കും അല്ലേ എല്ലാവരും ബീച്ചിൽ പോകുന്നത്. അധികം ആൾക്കാരും ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടോ. ചെറുപ്പത്തിലേ പണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്നെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടൻ സമയത്ത് ഞങ്ങൾ ടൗണിൽ തന്നെ ആയിരുന്നു, പാളയത്തായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. അധികവും ഞാനും അവളും കൂടി വണ്ടിമേൽ ഒക്കെ നല്ലൊരു കാലമായിരുന്നു അല്ലേ. നല്ല ഒരു നൊസ്റ്റു ആ കാലം. പിന്നെ ഇതാ എന്തോ ഒരു സ്ലൈറ്റൊക്കെ വാങ്ങിക്കും. ഇത് ഞാൻ എപ്പോഴേ പറഞ്ഞു കിട്ടും മൂപ്പരോട്, ഇത് വാങ്ങേണ്ടത് വേഗം ചീത്തയായിപ്പോൾ. 2 ദിവസം കൊണ്ട് തന്നെ എൻ്റെ എഴുത്തൊക്കെ അങ്ങ് പോയി കിട്ടോ. പക്ഷെ എന്നാലും ഓരോട് പറഞ്ഞവർ കേൾക്കൂലല്ലോ. അവർക്ക് മോൻക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിലൊരു അപ്പീലില്ല. അപ്പം തന്നെ അത് വാങ്ങിക്കൊടുക്കാമെന്നല്ലാണ്ട്. പിന്നെ ഞങ്ങളിതാ ഒക്കെ കറങ്ങി ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കാണാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് എൻ്റെ അനിയത്തിയും മോനും ഹസ്ബൻഡും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓരോടത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് പോവുകയാണ്. ഇപ്പോൾ അതാ മോനെ കണ്ടപ്പോൾ അനിയത്തിൻ്റെ മോന് ഭയങ്കര ഞെട്ടിപ്പോയി. അങ്ങനെയല്ല, പെട്ടെന്ന് അറിയില്ലല്ലോ അവന് കാണുന്നത്, ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് ഇവനെ. അതുകൊണ്ട് നല്ല ഹാപ്പിയായി മൂപ്പര്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലും കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ അവിടുന്ന് ഞങ്ങൾ പാനിപൂരി അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുകയാണ്. എൻ്റെ ഉമ്മക്കും എൻ്റെ ഹസ്ബൻഡിനും തീരെ കണ്ടുകൂടാത്തൊരു ഫുഡാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് വാങ്ങാൻ അറിയുമ്പോൾ എന്നോട് അറിയാം ഇത് എന്തോ ഫുഡാണ്, ഓൾക്കൊരു ഇഷ്ടമുള്ളൊരു സാധനം എന്നൊക്കെ പറയും കേട്ടോ. എന്നെ ഇങ്ങനെ പറയും എന്തോ രസം എന്തൊക്കെയോ ആണ്, ആരോ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് ഇന്നിങ്ങനെ. പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാകുമല്ലോ അല്ലേ ചൂടാക്കാൻ പറയാൻ. അവർക്ക് വലിയ ഇഷ്ടമല്ല. നമുക്കാണെങ്കിൽ എനിക്കും എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാട്ടോ ഈ ഒരു ചാട്ട് ഐറ്റംസ്. അതുകൊണ്ട് ഓർക്കാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ല. അപ്പം ഭയങ്കര കളി പറയല എന്തോ ആ തിന്നുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളിനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ കഴിക്കും കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ കഴിക്കും. പിന്നെ അതാ നമ്മളെ പാലൈസ്, കടല അങ്ങനത്തെ ഓരോ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.